Now we have to discuss about animal diseases. Animals also have some sort of diseases due to the effect of bacteria and virus. Here, anthrax and inflammation in udder. These two diseases are formed due to the effect of bacteria. And mouth and food diseases is formed due to virus, due to the effect of virus. അപ്പോൾ വൈറസുകളുടെയും ബാക്ടീരിയകളുടെയും സാന്നിധ്യത്തിൽ മൃഗങ്ങൾക്കും ഇതേപോലെ രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം മൃഗങ്ങളുടെ രോഗങ്ങൾ പ്രധാനമായിട്ടും ആന്ത്രാക്സ്, അതേപോലെ തന്നെ അകിട് വീക്കം മുതലായവയൊക്കെ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതാണ്. കുളമ്പ് രോഗം ഉണ്ടാവുന്നത് വൈറസ് മൂലമാണ്. അപ്പം അത് രണ്ടും ഭംഗിയായിട്ട് പഠിക്കണം. ജന്തുക്കൾക്കും മനുഷ്യനും രോഗാണുക്കൾ മൂലം രോഗമുണ്ടാകുന്നത് പോലെ തന്നെ സസ്യങ്ങൾക്കും രോഗാണുക്കൾ മൂലം രോഗമുണ്ടാകുന്നുണ്ട്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് മുതലായവയാണ് സസ്യങ്ങൾക്ക് രോഗത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട രോഗകാരികൾ. അവയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പാത്തോജൻ ഡിസീസസ്, രോഗകാരി രോഗം നമുക്കെന്താണെന്ന് നോക്കാം. ബാക്ടീരിയ, ബ്ലൈറ്റ് ഡിസീസസ് ഇൻ പാഡി, വിൽറ്റ് ഡിസീസസ് ഇൻ ബ്രിഞ്ച. ബാക്ടീരിയ മൂലം നെൽച്ചെടിയിലെ ബ്ലൈറ്റ് രോഗം, വഴുതനയിലെ വാട്ടരോഗം. വൈറസ്, മൊസൈക് ഡിസീസസ് ഇൻ പീസ് ആൻഡ് ടാപ്പിയോക്ക, ബെഞ്ചി ടോപ്പ് ഓഫ് ബനാന. പയറ്, മരച്ചീനി എന്നിവയിലെ മൊസൈക്ക് രോഗം, വാഴയിലെ കുറുനാമ്പ് രോഗം അല്ലെങ്കിൽ കൂമ്പടപ്പ് രോഗം. അടുത്തതായിട്ട് ഫംഗസ്, ക്യുക്ക് വിൽറ്റ് ഇൻ പെപ്പർ, ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്. കുരുമുളകിന്റെ ദ്രുതവാട്ടം, തെങ്ങിന്റെ കൂമ്പ് ചീയൽ, കൂമ്പ് ചീഞ്ഞു പോകും. ഇതൊക്കെയാണ് സസ്യങ്ങൾക്ക് രോഗകാരികൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. ബാക്ടീരിയ മൂലവും വൈറസ് മൂലം ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, സസ്യങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ഇതൊക്കെയാണ്. വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള സുസ്ഥിതിയാണ് ആരോഗ്യം. ആരോഗ്യമുള്ള വ്യക്തികളാണ് ഒരു സമൂഹത്തിന്റെ സമ്പത്ത്. അപ്പോൾ നമ്മുടെ ആരോഗ്യം സമൂഹത്തിന്റെ സമ്പത്ത് കൂടിയാണ്. അത് നമ്മുടെ മാത്രം സമ്പത്തല്ല, സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളതുമാണ്. അപ്പൊ നമ്മൾ ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ജീവിതശൈലിയാണ് നയിക്കേണ്ടത്, രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രോഗികളായിട്ടുള്ള ആളുകളോടും അതേപോലെ തന്നെ അവശത അനുഭവിക്കുന്നവരോടും സഹതാപം അല്ലെങ്കിൽ അവരെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തി അവരെ പരിചരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ ഒരു മനുഷ്യന്റെ കർത്തവ്യമാണ്. അതാണ് മനുഷ്യത്വം. ഇതോടുകൂടി ഈ ചാപ്റ്റർ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ചോദ്യങ്ങളാണുള്ളത്, മോർ ആക്ടിവിറ്റീസ്. അതിലേക്ക് കിടക്കാം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. വിലയിരുത്താം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ഇത് കൊടുത്തിട്ടുള്ളത് ക്ഷയരോഗം, ഡിഫ്തീരിയ, നിപ്പ, ആന്ത്രാക്സ്. ബാക്ടീരിയ രോഗമല്ലാത്തത് നിപ്പയാണ്. സസ്യരോഗങ്ങൾ വ്യാപകമാകുന്നത് ഭക്ഷ്യസുരക്ഷയെ ബാധിക്കും. ശരിയാണ്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ട്. എന്തുകൊണ്ട് യോജിക്കുന്നുണ്ട്? കാരണം സസ്യങ്ങൾക്ക് അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ വരാൻ തുടങ്ങിയാൽ നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ അത് വളരെ മോശമായിട്ട് ബാധിക്കും. സസ്യരോഗങ്ങൾക്ക് രണ്ട് ഉദാഹരണങ്ങൾ എടുക്കുക. നമ്മളിവിടെ പഠിച്ചു. നമ്മുടെ ബ്ലൈറ്റ് രോഗം അല്ലെങ്കിൽ മൊസൈക്ക് രോഗം ഏത് വേണമെങ്കിലും എഴുതാം. സസ്യരോഗങ്ങൾ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നോ വൈറസ് മൂലം ഉണ്ടാകുന്നോ ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ നമുക്ക് എഴുതാം. ഒന്നാമത്തെ എലിപ്പനിയാണ്. എലിപ്പനി പ്രതിരോധത്തിന് അനുവർത്തിക്കാവുന്ന മുഖ്യ മാർഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു ലഘുലേഖ തയ്യാറാക്കുക. എലിപ്പനി പകരുന്നത് രോഗകാരിയായിട്ടുള്ള എലികളുടെ മൂത്രത്തിലൂടെയാണ്. ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് എലിപ്പനിക്ക് കാരണം. ആ ബാക്ടീരിയ കലർന്നിട്ടുള്ള വെള്ളം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. നമുക്ക് രോഗം പിടിപെടും. അതിന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എലി നശീകരണമാണ് ഒരു മാർഗം. അപ്പോൾ ചുറ്റുപാട് വൃത്തിയാക്കുക, ഡ്രൈ ഡേ ആചരിക്കുക, നമ്മുടെ പാഴ്വസ്തുക്കളൊക്കെ
നമ്മൾ ശേഖരിച്ച് അത് നല്ല രീതിയിൽ അതിനെ നിർമ്മാർജ്ജനം ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് എലികളെ നശിപ്പിക്കാൻ സാധിക്കും. അടുത്തത് 4ാമത്തെ ചോദ്യം, ഡിഫ്തീരിയ രോഗത്തെ പ്രതിരോധിക്കുന്നതിൽ വാക്സിനേഷന്റെ പ്രാധാന്യമുണ്ട്. ഡിഫ്തീരിയ ഈസ് എ ബാക്ടീരിയൽ ഡിസീസ്. ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ്. കോറിൻ ബാക്ടീരിയം ഡിഫ്തീരിയ എന്നാണ് ബാക്ടീരിയയുടെ പേര്. നമ്മുടെ വായിലും തൊണ്ടയിലും ഒക്കെ ഒരു ചാരനിറത്തിലുള്ള ആഷ് കളറിലുള്ള ഒരു കോട്ടിംഗ് ഉണ്ടാവുകയും നമ്മുടെ ഹൃദയത്തിലേക്കും അതേപോലെ തന്നെ തലച്ചോറിലേക്കും മറ്റ് ശരീരഭാഗങ്ങളിലേക്കൊക്കെ വ്യാപിക്കുന്നു. രോഗം മൂർച്ഛിച്ച് ആള് മരിക്കാൻ വരെ സാധ്യതയുള്ള രോഗമാണ്. അപ്പൊ അതിനെ ആന്റിടോക്സിനുകൾ ഉപയോഗിച്ച് രോഗപ്രതിരോധ ശേഷി, വാക്സിൻ കുത്തിവയ്പ്പിലൂടെ നമുക്ക് ആന്റിടോക്സിനുകൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിപ്പിച്ചിട്ട് രോഗാണുക്കളെ നശിപ്പിക്കാൻ സാധിക്കും. ഓക്കെ. 5ാമത്തെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന് അനുവർത്തിക്കാവുന്ന ആരോഗ്യശീലങ്ങൾ എന്തെല്ലാം? ചിട്ടയായിട്ടുള്ള ആരോഗ്യ ശീലങ്ങൾ ഉണ്ടാക്കണം. ക്രമീകൃതമായിട്ടുള്ള ഭക്ഷണം കഴിക്കണം. അതോടൊപ്പം തന്നെ മാനസികാരോഗ്യം, നമ്മൾ നല്ല മാനസിക ആരോഗ്യമുള്ള ഒരു മനുഷ്യനായിട്ട് മാറണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കണം. മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ പരമാവധി കുറയ്ക്കണം. ഒപ്പം തന്നെ വ്യായാമം, ചിട്ടയായിട്ടുള്ള റെഗുലർ എക്സസൈസുകൾ നമ്മൾ എക്സസൈസുകൾ ചെയ്യണം. രക്തചംക്രമണം കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് വളരെ ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മാനസിക സമ്മർദ്ദം കുറച്ച് കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ച് കൃത്യമായിട്ടുള്ള വ്യായാമത്തിലൂടെയും നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണണമെന്ന് വിചാരിക്കണം. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, നോട്ടുകൾ തയ്യാറാക്കുക. ഒപ്പം തന്നെ സസ്യരോഗങ്ങളും ജന്തുരോഗങ്ങളും മനുഷ്യനെ ബാധിക്കുന്ന രോഗങ്ങളൊക്കെ ആവർത്തിച്ച് വായിച്ച് ഉറപ്പിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.